നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഫോൺ വിളിച്ചോണ്ട് മുറ്റത്ത് നിൽക്കുമായിരുന്നു നരന്. ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ആരോടോ ഫോൺ വിളിക്കുമായിരുന്നു. അപ്പോഴേക്കും വിനീത് അങ്ങോട്ട് വന്നു. കാവേരി ഗംഗയൊക്കെ അത് കണ്ടുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരം കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് കാവേരി പറഞ്ഞു, ഒരു താങ്ക്സ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് ചെല്ലാൻ പോലും പേടിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, താങ്ക്സ് അല്ലേ, ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നരൻ ഫോൺ വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിനീത് അങ്ങോട്ട് ചെന്നു. ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കണം. അതെ, താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇന്നലെ വന്ന ജയപാലനുണ്ടല്ലോ, അയാൾ പുഷ്പവാടിയിലെ ഒരു കില്ലാടി തന്നെയാണ്. ആ ജയപാലിന് എന്താണെങ്കിലും ഓടിച്ചു വിട്ടില്ലേ. അയാൾ പോയ വഴിക്കിന് പുല്ല് പോലും കിളിക്കില്ല. അതിന് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ വരെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് പേടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ വിനീത് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. വിനീതിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇരിക്കില്ല, എന്തെങ്കിലും തുറന്നു പറയുന്ന സ്വഭാവമാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് നോക്കി നരന്. ഇതിനൊന്ന് ഒന്നും മിണ്ടാതെ അകത്തേക്ക് ഒറ്റ പോക്കായിരുന്നു. വിനീത് ശരിക്കും ചമ്മി. വിനീത് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഗംഗ പറഞ്ഞു, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വിനീതേട്ടാ? അയാൾ മൈൻഡ് പോലും ചെയ്തില്ല, പോയ പോക്ക് കണ്ടില്ലേ. അപ്പോഴേക്ക് യമുന പറഞ്ഞു, കണ്ടിട്ട് ഭയങ്കര അഹങ്കാരിയാന്നാ തോന്നിയെന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, അഹങ്കാരി ആണെങ്കിലും അല്ലെങ്കിലും ആ ജയപാലിനെ ഓടിച്ചു വിട്ടില്ലേ, അത് മതിയെന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് അഹങ്കാരത്തിന്റെ കാര്യമൊന്നുമില്ല. വിനീതേട്ടൻ പോയി ഒരു താങ്ക്സ് പറഞ്ഞിട്ട് തിരിച്ചൊരു വാക്കുപോലും വിനീതേട്ടനോടൊന്ന് പറയുക പോലും ചെയ്തില്ലോ എന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, സാരമില്ല പോട്ടെ, ചില മനുഷ്യരൊക്കെ ഇങ്ങനെയായിരിക്കും, നമ്മളത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി അടുക്കളയിലായിരുന്നു. അപ്പൊ ശാരദയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആഹാരമൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് കാവേരിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. കാവേരി പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ നിവിനാണ്. എന്തിനാ പോലും വിളിക്കണേ? കല്യാണം കഴിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. വേണ്ട, അതിന്റെ ആവശ്യമില്ല. കോൾ എടുക്കേണ്ട കാര്യമില്ല, വെറുതെ എന്തിനാ? കാവേരി കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴേക്ക് ശാരദ ചോദിച്ചു, ആരാ മോളെ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാ, ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാന്ന് പറഞ്ഞു. നിവിനാണെ കാവേരി കണ്ടതു മുതൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം ഇന്ന് കാവേരിയും വിനീതിനെയും കാണുകയും ചെയ്തു. പക്ഷെ അവളോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിവിനുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഒരു ചിന്തയോടുകൂടി ഇരിക്കുമായിരുന്നു. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും എന്ത് ചെയ്തു, നിവിൻ ഒന്നുകൂടെ വിളിച്ചു നോക്കുകയാണ്. ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിവിന് ഭയങ്കര സന്തോഷമായി. കാവേരി, ഇത് ഞാനാ നിവിൻ എന്ന് പറഞ്ഞു. കാവേരി, എന്താ? അത് പിന്നെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് കഥയെ മുട്ട് കേട്ടത്. പോയി നിവിൻ കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ രാഗിണി, നിവിനേട്ടാന്നും പറഞ്ഞുകൊണ്ട് രാഗിണി വിളിച്ചോണ്ട് അങ്ങ് വരുമ്പോഴത്തേനും കാവേരി അത് കേട്ടു, അത് ഫോണിൽ കൂടെ. അപ്പം അടുത്ത് തന്നെ ഉണ്ട് രാഗിണി. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ കട്ട് വിളിക്കുവാന്നൊരു ചിന്ത കാവേരിയുടെ മനസ്സിൽ പെട്ടെന്നുണ്ടായി. കാവേരി കോൾ ഡിസ്കണക്ട് ചെയ്തു. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിവിന് ദേഷ്യമായി. നിവിന് ഭ്രാന്ത് എടുത്ത പോലെ അങ്ങോട്ട് ചെന്നു. എന്താടി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ഓഹോ, അപ്പൊ കൊച്ചിക്കാന്നും പറഞ്ഞോണ്ട് നിവിനേട്ടൻ നേരെ പോന്ന് തിരുവനന്തപുരത്തിനല്ലേന്ന് ചോദിച്ചു. ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ? നാശം പിടിക്കാനായിട്ട്. വീണ്ടും കാവേരി വിളിച്ചിട്ട് കാവേരി കോൾ എടുത്തതുമില്ല. നിന്നെ ആരെ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിച്ചാന്ന് കൊച്ചു ചോദിച്ചിട്ട് വായി വന്നെല്ലാം പറയണം. നിവിനേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിവിനേട്ട എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് നിവിനേട്ടനെ മറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എടി മര്യാദയ്ക്ക് പോയിക്കോണെന്ന് പറഞ്ഞു. പോവാനോ? ഞാനാ? നല്ല കഥയായി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിവിനേട്ടൻ എന്തിനാ അവളെ തേടി വന്നായിരിക്കില്ലേ ആ കാവേരി എന്ന് പറയുന്നവളെ? കൊച്ചി പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് പോന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നീയും പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങി പോയി തരാമോ, മനുഷ്യന് സ്വസ്ഥതയും സമാധാനം തരാമെന്ന് ചോദിച്ചു. ഒടുവില് രാഗിണിയെ പുറത്താക്കിയിട്ട് കഥ കടയ്ക്കുകയാണ്. രാഗിണി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നിവിൻ്റെ കൂട്ടുകാരനോടെ ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിവിനോട് പറഞ്ഞേരെ അങ്ങനെയൊന്നും ഈ രാഗിണി പോകത്തില്ലെന്ന്. രാഗിണിയെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാ. അങ്ങനെ ആ കാവേരിയെ സ്വന്തമാക്കി ജീവിക്കാന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറ. അത് പറഞ്ഞിട്ട് അവളങ്ങോട്ട് പോയി. നിവിനാണ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേങ്കിൽ കാവേരിക്ക് എന്ത് തോന്നിക്കാണും, കൃത്യസമയത്തിന് അവൾക്ക് വന്ന് കയറാൻ തോന്നിയ സമയം അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങുമായിരുന്നു. കാവേരിയോട് എല്ലാം നശിപ്പിച്ചെന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ് കാവേരി, ഗംഗ, നിളയെല്ലാം കൂടെ. അപ്പം നിളയെ ഹോസ്പിറ്റലിൽ കാണിക്കണം, എത്രയും പെട്ടെന്ന് അതിന് സർജറിയും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. അങ്ങനെ നിള മോളെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു,
അതെ, അധികം വൈകാതെ തന്നെ നമുക്ക് സർജറി നടത്താം. കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്താനുണ്ട്. അതിനുശേഷം നടത്താമെന്ന് പറഞ്ഞു. നിങ്ങൾ എമൗണ്ട് ഒക്കെ സെറ്റിൽ ചെയ്തോളാനൊക്കെ പറയാണ്. ഒടുവിൽ വിനീതിന്റെ അടുത്തേക്ക് വന്നിട്ട് കാവേരി പറഞ്ഞു, വിനീതേട്ടാ, ഉം, ഒരു കാര്യം ചെയ്യാം, വിനീതേട്ടൻ പോയി പൈസ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. കാരണം ഇവിടെ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അതിനെന്താ കാവേരി, ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരാലോ എന്നൊക്കെ പറഞ്ഞു. വിനീത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാ പോകുന്നേ. അപ്പൊ അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാവേരിയും ഗംഗ എല്ലാരും കൂടെ ചേർന്ന് നടത്തുന്നുണ്ടായിരുന്നു. വിനീത് അങ്ങനെ എന്ത് ചെയ്തു, ക്യാഷ് എടുക്കാനായിട്ട് പോവാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനീതിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. വിനീത് ഒരു നിമിഷം ഞെട്ടിപ്പോയി. 503 രൂപ മാത്രം ബാലൻസ്, ഇതെങ്ങനെ സംഭവിച്ചു? തന്റെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ആയതാണ്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഒടുവില് വിനീത് എന്ത് ചെയ്തു, നേരെ ബാങ്കിലേക്ക് വന്നു. മാനേജറെ കാണുവാണ്. സാറേ, എന്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ടായിരുന്നു, ഞാൻ പിൻവലിക്കാൻ വന്നാ. പക്ഷെ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ വെറും 503 രൂപ മാത്രം ഉള്ളെന്ന് പറഞ്ഞു. തന്നെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവര് നോക്കുവാണ്. അല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല സാറേ, എന്റെ അക്കൗണ്ടിൽ പൈസ കയറിയതാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ആ ഫോണിനകത്തെ ആ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം, അക്കൗണ്ടിലേക്ക് 50 ലക്ഷം വന്നതിൻ്റെയൊക്കെ. അങ്ങനെ അയാള് പോയി മാനേജറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ അക്കൗണ്ടിലെ ക്യാഷ് പിൻവലിച്ചോളൂ എന്ന് പറഞ്ഞു. വിനീത് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിൻവലിച്ചെന്നോ? ഞാൻ പിൻവലിച്ചിട്ടൊന്നും ഇല്ല, ഞാൻ ഇപ്പോഴാ വരണേന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലെ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വിനീതിന് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി. ആ സമയത്ത് ഒരു നേഴ്സ് വന്നിട്ട് ഗംഗയോട് ചോദിച്ചു, ക്യാഷ് അടച്ചോന്ന് ചോദിച്ചു. ഇപ്പൊ തന്നെ അടയ്ക്കുമെന്ന് പറഞ്ഞു. ഗംഗയെന്ന് കാവേരിയോട് പറഞ്ഞു. കാവേരി, വിനീതേട്ടൻ എതിരായിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വിനീതേട്ടൻ പൈസ എടുത്തോണ്ട് വരട്ടെ, ഒരിത്തിരി സമയം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഈ സമയം വിനീത് ആകെപ്പാടെ വല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിനീത് പെട്ടെന്ന് തന്നെ കാവേരിയെ വിളിക്കുവാണ്. കാവേരി, ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് തന്നെ ബാങ്കിലേക്ക് വരാൻ പറഞ്ഞു. എന്താ? അങ്ങനെ കാവേരി വന്നു. കാവേരി വന്നു കഴിഞ്ഞപ്പോ വിനീത് കാര്യം പറഞ്ഞു. അതറിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ കാവേരി പോയി മാനേജറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പത്തേക്കും മാനേജർ പറഞ്ഞു, അതെ, ഇയാളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ പിൻവലിച്ച എന്ന് പറഞ്ഞു. പക്ഷെ വിനീത് പിൻവലിച്ചിട്ടുണ്ടെന്ന് ആണായിട്ട് പറയുന്നുണ്ട്. ഒടുവിൽ അയാൾ ചോദിച്ചു, അല്ല, നിങ്ങളുടെ ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നോ, മെസ്സേജ് അയക്കോ, അങ്ങനെ എന്തേലും? അപ്പോഴാണ് വിനീത് ആ കാര്യം ഓർക്കുന്നത്. നീവിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കൗണ്ട് വെരിഫിക്കേഷനാ, ഒരു മെസ്സേജ് വരും, OTP പറഞ്ഞു തരണമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ താൻ തന്റെ OTP പറഞ്ഞു കൊടുത്തായിരുന്നു ഫോണിനകത്തേക്ക്. ഫോണിനകത്തേക്ക് വന്ന OTP. പെട്ടെന്ന് വിനീത് ആ കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാനേജർ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? അങ്ങനെ OTP പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ അവരാണ് പിൻവലിച്ചതെന്ന് പറഞ്ഞു. അതെങ്ങനെ? ഇന്നത്തെ കാലത്ത് അങ്ങനെ കുറെ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, സാറേ, ഇന്ന് നിളമോളുടെ സർജറിയാ, അതിന് വേണ്ടിയിട്ട് പൈസ വേണം, പൈസയ്ക്ക് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അതെ, ഇവിടെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ തെറ്റല്ലെന്ന് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ. അപ്പോഴേക്കും കാവേരിക്കും ഭയങ്കര വെപ്രാളമായി. കാവേരി ചോദിച്ചു, ഇനി എന്ത് ചെയ്യും സാറേ? പരാതി കൊടുത്തിട്ടും കാര്യമൊന്നും തോന്നില്ല, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഫ്രോഡുകൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും പെട്ടുപോയി. കാരണം പൈസ വേണം, പൈസ ഇല്ലാതെ നിറയുടെ സർജറിയും കാര്യങ്ങളും നടക്കില്ല. അത് ചെറിയ തുകയൊന്നുമല്ല, വലിയ തുക വേണം താനും. ആകപ്പാടെ വല്ലാതെയായിപ്പോയി. ആ പൈസ പോകുകയും ചെയ്തു. ഇനി എന്തെന്നറിയില്ലാതെ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.